ശ്രീഹരിയം ദശകം 30 വാമനാവതാരം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇന്ദ്രനാലെ വാധിച്ചോരാ മഹാബലവാനാം ബലി, ശുക്രനാലെ ജീവൻ കിട്ടി യാഗങ്ങൾ ചെയ്തു. സുദർശന ചക്രത്തെയും പേടിയില്ലാത്തവനായി ത്രിലോകങ്ങൾ തൻ്റെ കീഴിൽ പീഡിച്ചടക്കി. ദേവമാത ആദിതിയോ അത്യന്തം ദുഃഖിതയായി പതിയായ കാശ്യപൻ്റെ ശരണം തേടി. കാശ്യപോപദേശത്താലെ 12 നാളുകൾ ദേവി പയോവ്രത ഭജനവും നടത്തിയല്ലോ. വ്രതാവസാനത്തിങ്കലോ അതിഥിക്കു മുന്നിലായി ചതുർബാഹുവായി വിഷ്ണു പ്രത്യക്ഷനായി. ഭവതിക്കു പുത്രനായി അവതാരം ചെയ്യും ഞാനും, വിഷ്ണു ചൊല്ലി ഉടൻ തന്നെ അപ്രത്യക്ഷനായി. കാശ്യപവീര്യത്തിങ്കലോ സന്നിധാനം ചെയ്തു വിഷ്ണു, അതിഥിതൻ ഗർഭത്തിങ്കൽ പ്രവേശിച്ചല്ലോ. ദ്വാദശി പക്ഷവും തിരുവോണവും കൂടിയ ദിനം ദിവ്യവൈഷ്ണവരൂപത്തെ പ്രസവിച്ചല്ലോ. ദേവഗണം ആനന്ദത്താൽ പെരുമ്പറ മുഴക്കവേ ആസമത്തിലെങ്ങും പുഷ്പവർഷമുണ്ടായി. അച്ഛനും അമ്മയും ഭക്ത്യാ സ്തുതിച്ചൊരാ നിമിഷത്തിൽ ബ്രഹ്മചാരി വേഷത്തെയും കൈക്കൊണ്ടു ദേവൻ. സർവേശ്വര ആവിടുന്നു മേഖലയും ദണ്ഡും പിന്നെ കൃഷ്ണാജിനം അക്ഷമാല എന്നിവയുമായി അത്യന്ത തേജസ്വിയായി അഗ്നിപൂജയും നടത്തി ബലിയുടെ യാഗം കാണാൻ യാത്ര തിരിച്ചു. ശരീരത്താൽ ഭൂമിയാകെ കുലുങ്ങിയ വടുവേഷം അന്യരുടെ ചൂടകറ്റാനെന്ന പോലവേ കുട ചൂടി അസൂരരെ നേരിടാനെന്നതുപോലെ ദണ്ഡുമേന്തി യാഗശാല തേടിപ്പോയല്ലോ. നർമ്മദാ നദീതീരത്തു അശ്വമേധയാഗശാല സമീപത്തു വടുവേഷം എത്തിച്ചേർന്നപ്പോൾ സൂര്യനോ അഗ്നിദേവനോ സംശയിച്ചു ജനതതി അവിടുത്തെ അനുപമ തേജസ്സു കാൺകേ. തേജസ്വിയാം വാമനനെ സ്വീകരിച്ചു ഭൃഗുക്കളും പുണ്യശാലിയായ ബലി രോമാഞ്ചം കൊണ്ടു. വാമനൻ്റെ കാൽ കഴുകി പുണ്യമാകുമാ തീർത്ഥത്തെ ധരിച്ചല്ലോ ശിരസിങ്കൽ ഭക്തനാം ബലി. ശിവൻ തൻ്റെ ശിരസിങ്കൽ അണിയുന്ന പാദതീർത്ഥം അസുരനായിട്ടു കൂടി ബലിക്കു കിട്ടി. പ്രഹ്ലാദ വംശനായിട്ടോ യാഗമേറെ നടത്തിയിട്ടോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. നാരായണ 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 വാതാലയേശ.